ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വായനാഭാഗം 1 ശമൂവേൽ 17 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 1 ശമൂവേൽ 17 അധ്യായം 46 വാക്യം. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. ദാവീദിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളാണ് ഇന്നത്തെ വായനാഭാഗത്ത് നമ്മൾ കാണുന്നത്. ഗോലിയാത്തിനെ ദാവീദ് നേരിടുന്ന സംഭവം, ശൗൽ രാജാവിൻ്റെ അസൂയയിൽ പെട്ടുപോകുന്നത്, യോനാഥാനുമായുള്ള സൗഹൃദം തുടങ്ങിയവയെല്ലാം നമുക്ക് പരിചിതമായ സംഭവങ്ങളാണ്. ഒരു സാധാരണ ഇടയബാലനായിരുന്ന ദാവീദ് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചതിനാൽ വലിയ വിജയം കൈവരിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു. ദാവീദിൻ്റെ ഈ ജീവിത സംഭവങ്ങളിൽ നിന്നും ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ദൈവത്തിലുള്ള വിശ്വാസം ഭയത്തെ ജയിക്കുവാൻ ഇടയാക്കുന്നു. ഇസ്രായേലിൻ്റെ പൊതുശത്രുവായ ഗോലിയാത്തിനെ കണ്ടപ്പോൾ എല്ലാവരും ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. 1 ശമൂവേൽ 17 അധ്യായം 24 വാക്യത്തിൽ പറയുന്നു, അവനെ കണ്ടപ്പോൾ ഇസ്രായേല്യരൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവൻ്റെ മുമ്പിൽ നിന്ന് ഓടി എന്ന്. എന്നാൽ ദാവീദ് ദൈവത്തിൽ വിശ്വസിച്ചു. തുടർന്ന് ദാവീദ് ഇപ്രകാരം പറയുന്നു, 1 ശമൂവേൽ 17 അധ്യായത്തിൻ്റെ 26 വാക്യത്തിൽ, ജീവനുള്ള ദൈവത്തിൻ്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആർ എന്ന് പറഞ്ഞു. തുടർന്ന് എല്ലാ ഒരുക്കങ്ങളും നടത്തിയ ദാവീദ് ഫെലിസ്ത്യൻ്റെ നേരെ നടന്ന് അടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ദാവീദ് ഫെലിസ്ത്യനോട് പറയുന്നത്, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു എന്ന്. ഇവിടെ ദാവീദ് തൻ്റെ ശക്തിയിലല്ല, ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും ആ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദാവീദിന് വലിയ വിജയം വരിക്കുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിലുള്ള ദാവീദിൻ്റെ വിശ്വാസം ദാവീദിൻ്റെ ഭയത്തെ ജയിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. നമ്മുടെയും പ്രശ്നങ്ങളെ ഗോലിയാത്തിനെ പോലെ എത്ര വലുതായിരുന്നാലും വിശ്വാസത്തോടെ അവയൊക്കെയും നേരിടുവാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട്, ദൈവസ്നേഹം സുഹൃത്ത് ബന്ധം കാക്കുവാൻ ഇടയാക്കുന്നു. ദാവീദും യോനാഥാനും തമ്മിലുള്ള സൗഹൃദം വിശ്വസ്തതയുടെ ഉദാഹരണമാണ്. ദൈവത്തോടുള്ള ദാവീദിൻ്റെ സ്നേഹവും ബഹുമാനവും തൻ്റെ സഹോദരനെ സ്നേഹിക്കുവാനും ദാവീദ് കാണിക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹം വിശ്വാസത്തിൽ ഉറച്ചതാകണം. യഥാർത്ഥ സൗഹൃദം ത്യാഗം ആവശ്യപ്പെടുന്നു. കാരണം ദൈവഭക്തരായ സുഹൃത്തുക്കൾ ജീവിതത്തിൽ തന്നെ ഒരു അനുഗ്രഹമാണ്. യോനാഥാൻ്റെ പിതാവായ ശൗൽ ദാവീദിനു വേണ്ടി പല കെണികൾ ഒരുക്കുമ്പോഴും തൻ്റെ ഉത്തമ സുഹൃത്തായ യോനാഥാൻ അതിൽ നിന്നെല്ലാം ദാവീദിൻ്റെ ജീവനെ പരിപാലിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മുടെ ജീവിതത്തിലും നാം സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരം ദൈവഭക്തരായ സുഹൃത്തുക്കളെ കൂടെ കൂട്ടുവാൻ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. അതിനാൽ ദൈവസ്നേഹം ജീവിതത്തിലൂടെ മാതൃകയാക്കിയ ഈ 2 സുഹൃത്തുക്കൾ ഇന്നേ ദിവസം നമുക്ക് പ്രചോദനമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ദാവീദിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ദാവീദ്, യോനാഥാൻ എന്നിവരെ പോലെ നല്ല സുഹൃത്ത് ബന്ധത്തിൻ്റെ വക്താക്കളായി തീരുവാൻ നീ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ആമേൻ.